റംളാനിൻ പുണ്യദിനങ്ങൾ നമ്മെ തഴുകുന്നു. റബ്ബിൻ ഗുണമേറും മാസം മിന്നി മറയുന്നു. ഇരവും പകലും നാം ഒന്നായി നിന്നെ വാഴ്ത്തുന്നു. ഇരു കൈയും നീട്ടിക്കൊണ്ടിത നിന്നോടോതുന്നു. റംളാനിൻ പുണ്യദിനങ്ങൾ നമ്മെ തഴുകുന്നു. റബ്ബിൻ ഗുണമേറും മാസം മിന്നി മറയുന്നു. ഇരവും പകലും നാം ഒന്നായി നിന്നെ വാഴ്ത്തുന്നു. ഇരു കൈയും നീട്ടിക്കൊണ്ടിത നിന്നോടോതുന്നു. മാസങ്ങളിലേറ്റവും ശ്രേഷ്ഠം റംളാൻ മാസമിതാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم الذين ينفقون أموالهم في سبيل الله ثم لا يتبعون ما أنفقوا منا ولا أذى لهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വിലപ്പെട്ട സമയങ്ങളെയും സന്ദർഭങ്ങളെയും അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി മാത്രം വിനിയോഗിക്കുന്ന നല്ലവരുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ ക്ലാസ്സിലൂടെ നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ഒരു മനുഷ്യൻ അമലുകൾ എത്ര ചെയ്യുന്നു എന്നതിലപ്പുറം ചെയ്യുന്ന അമലുകൾ നഷ്ടമാകാതെ അള്ളാഹുവിന്റെ അടുക്കൽ എത്തുമ്പോൾ പ്രയോജനപ്രദമായി തീരണം. നമ്മുടെ അമലുകളെ, അതിന്റെ പ്രതിഫലങ്ങളെ പൊളിച്ചു കളയുന്ന, നശിപ്പിച്ചു കളയുന്ന, നമ്മെ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് വീഴ്ത്തിക്കളയുന്ന ഒട്ടേറെ ദുഷിച്ച പ്രവണതകളുണ്ട്. അവയെക്കുറിച്ച് ബോധവാന്മാരായിട്ടില്ലെങ്കിൽ കർമ്മഫലവും കാത്തു മഹ്ശറിൽ എത്തുമ്പോൾ പൂജ്യം അവസ്ഥയിലേക്കായിരിക്കും നമ്മൾ തള്ളപ്പെടുക എന്നതാണ് കഴിഞ്ഞ ക്ലാസ്സിലൂടെ നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. അതുമായി ബന്ധപ്പെട്ട മഹാപാപമായ റിദ്ദത്തും ശിർക്കും കുഫറുമൊക്കെ നമ്മുടെ എല്ലാ അമലുകളെയും നശിപ്പിച്ചു കളയും എന്ന് പറയുകയുണ്ടായി. രണ്ടാമതായി നമ്മൾ പറഞ്ഞത് ശിർക്കുൻ അസ്ഗർ എന്ന പേരിൽ അറിയപ്പെടുന്ന റിയാ, ലോകമാന്യത,
ആളുകളെ കാണിക്കുവാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളാണെങ്കിൽ, എത്ര ചന്തമുള്ള സമൂഹത്തിൽ അംഗീകാരമുള്ള പ്രവർത്തനങ്ങൾ ചെയ്താലും അള്ളാഹുവിന്റെ അടുക്കൽ നരകം മാത്രമേ അതിന് ഫലം ലഭിക്കുകയുള്ളൂ എന്ന രണ്ട് കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിലൂടെ നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയത്. അതോടനുബന്ധമായി തന്നെ മറ്റു ചില കാര്യങ്ങളും കൂടിയുണ്ട്. അതിലേക്കാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ അമലുകളെല്ലാം എന്തു തന്നെ പോരായ്മകൾ സംഭവിച്ചു പോയതാണെങ്കിലും എല്ലാ ന്യൂനതകളെയും പുറത്തു തന്നുകൊണ്ട് അമലുസ്വാലിഹാത്തിന്റെ ഗണത്തിൽ നമ്മുടെ എല്ലാ അമലുകളെയും ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും പരലോക അനുഗ്രഹികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന മാരകമായ വിപത്തുകൾ റിയാ പോലെ തന്നെ റിയാഇനോട് സാമ്യപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത്, മനുഷ്യൻ ധർമ്മം ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ടാണ്. ഒരാൾക്കൊരു ഉപകാരം ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ്. ജനങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഇങ്ങോട്ട് പ്രത്യുപകാരം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങോട്ട് ചെയ്യണം എന്ന ഒരു കൽപ്പന ഇസ്ലാമിൽ ഇല്ല. നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തു തന്നാൽ നമുക്ക് സാധ്യമാകുമെങ്കിൽ പ്രത്യുപകാരം ചെയ്യണം എന്നത് ഇസ്ലാം പഠിപ്പിച്ച ഒരു അദബാണ്. നമുക്കാരെങ്കിലും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, ആരെങ്കിലും നിങ്ങൾക്ക് വല്ല ഉപകാരവും ചെയ്തു തന്നാൽ ഫകാഫിഊഹു, നിങ്ങൾ അദ്ദേഹത്തിന് പ്രത്യുപകാരം ചെയ്യണം. നിങ്ങളുടെ കയ്യിൽ അദ്ദേഹത്തിന് നിങ്ങൾക്ക് ചെയ്തു തന്ന കാര്യത്തിന് ഒന്നും പകരം ചെയ്യാനില്ലെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ട് നിങ്ങൾ പ്രത്യുപകാരം ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. എന്നാൽ സമൂഹത്തിൽ ആർക്കെങ്കിലും നമ്മൾ ഒരു ഉപകാരം ചെയ്യുന്നുവെങ്കിൽ ഉപകാരം ചെയ്യുന്ന വ്യക്തി അയാളിൽ നിന്നൊന്നും ഇങ്ങോട്ട് തിരിച്ചു പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കരുത്. അത് ഇസ്ലാമിന്റെ ഒരു കാഴ്ചപ്പാടാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞു, വലാ തംനുൻ തസ്തക്സിർ, വലാ തംനുൻ, നീ അനുഗ്രഹം ചെയ്യരുത്, തസ്തക്സിർ, ഉപകാരം ചെയ്യരുത്, തസ്തക്സിർ, കൂടുതൽ ഇങ്ങോട്ട് പ്രതീക്ഷിച്ചുകൊണ്ട്. അങ്ങോട്ട് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യുക, കൂടുതൽ ഇങ്ങോട്ട് പ്രതീക്ഷിക്കുക. ഇന്ന് നമ്മുടെയൊക്കെ നാടുകളിൽ പലപ്പോഴും പല സംവിധാനങ്ങളും നമ്മൾ കാണാറുണ്ട്. ആരെങ്കിലും ഒരു വീട് താമസമാക്കുകയാണെങ്കിൽ ചിലരൊക്കെ എങ്ങനെ ഹദിയകൾ കൊണ്ടു ചെല്ലും, ഹദിയകൾ കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ കൊടുക്കുമ്പോൾ എന്റെ മനസ്സിൽ എന്താണ്, ഞാനൊരു വീടുണ്ടാക്കിയിട്ട് വീട് താമസാക്കുമ്പോൾ അതിന്റെയൊക്കെ കണക്ക് തിരിച്ച് ഇങ്ങോട്ട് തിരിച്ചു തരണം എന്നാണ്. അങ്ങനെ നമ്മുടെ നാട്ടിലൊരു മാമൂലുണ്ട്. അങ്ങോട്ട് എന്തെങ്കിലും കൊടുത്ത, എന്റെ കുട്ടിന്റെ കല്യാണത്തിന്റെ സമയത്ത് ആരെങ്കിലും എന്തെങ്കിലും തന്നാ ഞാനത് എഴുതി വെക്കുക. പണ്ടേ നാട്ടിലുള്ളൊരു സമ്പ്രദായ. അങ്ങനെ എഴുതി വെച്ചിട്ട് അതിനപ്പുറം അങ്ങോട്ട് തിരിച്ചു കൊടുക്കുക. ഈ കൊടുക്കുന്നവനും അത് പ്രതീക്ഷിക്കുന്നു, വാങ്ങുന്നവനും അറിയാം ഇതിപ്പോ മനസ്സറിഞ്ഞു തരുമെന്നല്ല, ഇത് അങ്ങോട്ട് വാങ്ങാനുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു അലിഖിതമായ ഒരു നിയമം, എഴുതപ്പെടാത്തൊരു നിയമം നാട്ടിലെല്ലാവർക്കും അറിയാം. അങ്ങോട്ട് കൊടുത്താൽ എന്നിട്ട് കിട്ടാനാണ്. അത് വിവാഹ രംഗത്ത് പോലും ഇന്ന് കാണുന്നുണ്ട്. വിവാഹ രംഗത്ത് കാണുന്ന ഒരു വലിയ സംഗതിയാണ്. സ്ത്രീധനൊന്നും വേണ്ടാന്ന് പറയുന്ന ആൾക്കാർ ചിലപ്പോ ചൂണ്ടയിടും. എന്താണ് ഈ ചൂണ്ടയിടുക എന്ന് പറഞ്ഞാൽ, ഈ ചൂണ്ടയിടുമ്പോ മത്സ്യത്തെ പിടിക്കാൻ വേണ്ടി ചൂണ്ടയിടുമ്പോ ചെറിയ ചെറിയ സാധനങ്ങളെയോ ചെറിയ ചെറിയ മത്സ്യത്തെയോ ഇര കോർത്തുകൊണ്ടാണ് വെള്ളത്തിലേക്ക് ഇത് എറിയുന്നത്. ഉദ്ദേശം എന്താണ്? മീനിന് നല്ലോണം വയറ് നിറയട്ടെ, മത്സ്യം നന്നായിട്ട് ആഹാരം കഴിക്കട്ടെ, ഒന്ന് ഉഷാറാവട്ടെ എന്നുള്ളതല്ല. ഈ കൊളുത്തിറക്കിയിട്ട് ഇതിൽ കുടുക്കിയിട്ട് ഇങ്ങോട്ട് അതിനേക്കാൾ വലുത് വലിക്കാനാണ്. അപ്പൊ അങ്ങോട്ടൊരു ഉപകാരം ചെയ്യുമ്പോൾ വിചാരിക്കുവോ നല്ല മനസ്സുള്ള ഉടമ, അതൊന്നല്ല, നല്ല മനസ്സൊന്നല്ല, ഇങ്ങോട്ട് കൂടുതൽ കിട്ടിയില്ലെങ്കിൽ അയാളുടെ കോലം മാറും. അപ്പൊ ഇങ്ങനെ ചെറുമീനുകളെ ഇരയാക്കി കോർത്തുകൊണ്ട് വമ്പൻ സ്രാവുകളെ, വലിയ മീനുകളെ പിടിക്കാനുള്ള തന്ത്രം പോലെ വൈവാഹിക രംഗങ്ങളിലൊക്കെ ഇന്ന് കാണാം. വിവാഹത്തിന് ഒരാൾക്ക് അങ്ങോട്ട് 1000 രൂപ അവന്റെ കുട്ടിയുടെ കല്യാണം ഉണ്ടായപ്പോ ഞാൻ സഹായിച്ച എന്റെ മനസ്സിരിപ്പ് എന്താണ്, ഇങ്ങോട്ട് 2000 ഇങ്ങോട്ട് അടക്കണം. പല സ്ഥലങ്ങളിൽ അതിന് പല പേരുകളിൽ അത് അറിയപ്പെടുന്നുണ്ട്. കുറിക്കല്യാണം, സഹായപ്പയറ്റ്, പല രൂപത്തിൽ പലരും പലതും ചെയ്യുന്നുണ്ട്. ഏതോ ആയിട്ട് ഞാൻ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. അതൊക്കെ ഇന്ന് നാടുകളിൽ എന്തൊക്കെ നടക്കുന്നു എന്ന് ഈ ഉള്ളവനേക്കാൾ നന്നായി അറിയുന്ന ഉത്ബുദ്ധരായ ആളുകളാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു പ്രതീക്ഷ, അങ്ങോട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിൽ കൂടുതൽ ഇങ്ങോട്ട് കിട്ടണം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം സമൂഹത്തിലുണ്ട്. വിശുദ്ധ ഖുർആൻ പലപ്പോഴും നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, നമ്മളൊരാൾക്കൊരു ഉപകാരം ചെയ്യുമ്പോൾ, ഇപ്പൊ സ്ത്രീധനം വേണ്ടാന്ന് പറയുന്ന കക്ഷികൾ
മഹർ 10 പവൻ കൊടുക്കും. മഹർ 10 പവൻ കൊടുത്താൽ നമ്മുടെ നാട്ടിൽ ഒരു എഴുതപ്പെടാത്ത നിയമമുണ്ട്, കൊടുത്തീന്റെ 10 ഇരട്ടിയാണ്. അപ്പൊ 10 പവൻ മഹർ കൊടുത്താൽ ഉറപ്പിച്ചു ഇങ്ങോട്ട് പെണ്ണ് അണിഞ്ഞു വരുന്ന പൊന്ന് 100 പവനിൽ കുറയാൻ പാടില്ല. 5 പവൻ കൊടുത്താൽ 50ൽ കുറയാൻ പാടില്ല. എന്നിട്ട് ചില ആളുകൾ അതിന്റെ പേരിൽ പ്രയാസങ്ങളും കുത്തുവാക്കുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. എന്നാ സ്ത്രീധനം ഫലത്തിൽ ഇല്ലതാനും ചോദിച്ചിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ ഈ കൊടുക്കുന്നത് ഞങ്ങൾ ഇങ്ങനെ കൊടുക്കുന്നു പറയുമ്പോ തന്നെ അവിടെ അടിവരട്ടു. എന്ത്, ഞങ്ങൾ 10 പവൻ മഹറിടും എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് 100 പ്രതീക്ഷിക്കുന്നു. ഈ രൂപത്തിലൊക്കെയുള്ള പല കള്ളക്കളികളും വഞ്ചനകളും സമൂഹം സഹായമനസ്ഥിതിയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന നിലക്കുള്ളത് സമൂഹത്തിൽ നടന്നു വരുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നു, വലാ തംനുൻ തസ്തക്സിർ, നീ കൂടുതൽ ഇങ്ങോട്ട് പകരം പ്രതീക്ഷിച്ചുകൊണ്ട് നീ ഉപകാരം ചെയ്യണ്ട. അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് ഉപകാരം ചെയ്യേണ്ടത്. വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് ഓർമ്മപ്പെടുത്തുന്നു, അതേ അഗതികളായ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നുവെങ്കിൽ, യതീമുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നുവെങ്കിൽ, പ്രയാസപ്പെടുന്ന ആളുകളെ സഹായിക്കുന്നുവെങ്കിൽ, ഇന്നമാ നുതഇമുക്കും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ ഇന്നാ നഖാഫു മിൻ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറാ. അതെന്താണ് ഞങ്ങളുടെ ധർമ്മം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾ ആഹരിപ്പിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇന്നമാ നുതഇമുക്കും ലിവജ്ഹില്ലാഹി, അല്ലാഹുവിന്റെ പൊരുത്തം മാത്രമേ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ, അത് മാത്രമേ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. സ്വീകരിച്ച സ്വീകർത്താക്കളിൽ നിന്ന്, ഞങ്ങളുടെ ആനുകൂല്യം വാങ്ങിയ ആളുകളിൽ നിന്ന്, ലാ നുരീദു മിൻകും, നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല, ഉദ്ദേശിക്കുന്നില്ല, ജസാഅൻ വലാ ശുകൂറാ, അവരിൽ നിന്ന് ഒരു പ്രത്യുപകാരമോ അതല്ലെങ്കിൽ ഒരു നന്ദി വാക്കോ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അള്ളാഹ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. ഇതാണ് പ്രിയപ്പെട്ടവരെ, എല്ലാവരും സമൂഹത്തിൽ ഒരേ തരക്കാരല്ല. പടച്ച റബ്ബ് നിശ്ചയിച്ചതാണ് ആർക്കൊക്കെ എത്രയൊക്കെ കൊടുക്കണം എന്നുള്ളത്. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കുറെ കൊടുക്കുകയാണ്. ഇന്നല്ലാഹ യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ, അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉപജീവനങ്ങൾ വിശാലമാക്കി കൊടുക്കും. ഉപജീവന സൗകര്യങ്ങൾ പടച്ച റബ്ബ് ഉദ്ദേശിക്കുന്നവർക്ക് വിശാലമാക്കി കൊടുക്കും. വയഖ്ദിറു, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അളന്നു കൊടുക്കും, അതല്ലെങ്കിൽ ചുരുക്കി കൊടുക്കും. അതൊന്നും അള്ളാഹു ഒരാളെയും അംഗീകരിച്ചതിന്റെയോ അവഗണിച്ചതിന്റെയോ അടയാളമായി കാണരുതെന്നും ഖുർആൻ പറയുകയാണ്. ആർക്കെങ്കിലും ദുനിയാവിന്റെ സൗകര്യങ്ങൾ കൂടിക്കിട്ടുമ്പോൾ അവരോ മറ്റുള്ളവരോ വിചാരിക്കരുത് അള്ളാഹു അവനെ അനുഗ്രഹിച്ചതാണെന്ന്, അള്ളാഹു അവനെ ഇഷ്ടപ്പെട്ട് കൊടുത്തതാണെന്ന് അനുഗ്രഹം കിട്ടിയവനോ അനുഗ്രഹം മറ്റുള്ളവർക്ക് കിട്ടിയത് കാണുന്നവനോ വിചാരിച്ചു പോകരുത്. അതേ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടെന്ന് അള്ളാഹു പറയുന്നു. എന്താണ് മനുഷ്യന്റെ ചിന്താഗതി? ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്റമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്റമൻ വഅമ്മാ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖഹു ഫയഖൂലു റബ്ബി അഹാനൻ. അല്ലാഹുവിങ്കൽ നിന്ന് നിഅമത്തുകൾ ധാരാളമായിട്ട് ഇങ്ങനെ കൈവന്നുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും പടച്ച റബ്ബിനെ കുറിച്ച് ചിന്തയില്ലാത്ത മനുഷ്യൻ ധരിച്ചു പോവുകയാണ്, എന്നെ ഇഷ്ടപ്പെട്ടിട്ട് അള്ള തന്നതാണിതൊക്കെ, എന്നെ ആദരിച്ചുകൊണ്ട് അള്ള തന്നതാണ്, എന്നോട് റബ്ബിനുള്ള ഹുബ്ബ് കൊണ്ട്, എന്റെ റബ്ബിന് എന്നോടുള്ള റിള കൊണ്ട്, തൃപ്തി കൊണ്ട് എനിക്ക് തന്നതാണ് ഇത് എന്ന് മനുഷ്യൻ ധരിച്ചു പോകുന്നു. അതേപോലെ തന്നെ അതിന്റെ എതിർവശവുമുണ്ട്. കിട്ടാതെയാകുമ്പോൾ, ദാരിദ്ര്യമുണ്ടാകുമ്പോൾ, കഷ്ടപ്പാടുണ്ടാകുമ്പോൾ, പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ മനുഷ്യൻ പറയുന്നു, റബ്ബി അഹാനനി, എന്റെ റബ്ബദാ എന്നെ അവഗണിച്ചിരിക്കുന്നു, എന്നെ ഇപ്പൊ റബ്ബ് അവഗണിച്ചതാണെന്ന് ഇല്ലാത്തവൻ പരിഭവപ്പെടുമ്പോൾ കിട്ടിയവൻ പലപ്പോഴും നെഗളിപ്പ് കാണിക്കുകയാണ്. എന്നോട് അള്ളാഹ്ക്ക് പെരുത്തി ഇഷ്ടമുള്ളത് കൊണ്ടാണെന്ന് അള്ള പറയുന്നത്. ആ ആയത്തിന്റെ തുടക്കം തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അള്ളാർക്കെങ്കിലും ദുന്യാവിലെ സൗകര്യങ്ങൾ കൊടുക്കുന്നുവെങ്കിൽ ആരും വിചാരിക്കണ്ട അള്ള അവനെ ഇഷ്ടപ്പെട്ട് കൊടുത്തതാണെന്ന് വിചാരിക്കണ്ട. ആർക്കെങ്കിലും കിട്ടാതെ വല്ല കമ്മിയും അനുഭവപ്പെടുന്നുവെങ്കിൽ അള്ള അവനെ അവഗണിച്ചതാണെന്നും ആരും തെറ്റിദ്ധരിക്കണ്ട. കാരണം അത് പറയുന്നത്
ചിലയിടത്ത് ഖുർആൻ തുടങ്ങുന്നത് തന്നെ ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാ, റബ്ബ് അവനെ പരീക്ഷിക്കുന്നതായാൽ. അള്ള പരീക്ഷണം രണ്ട് നിലക്കും നടത്തും. ഖൈറ് കൊടുത്തുകൊണ്ടും പരീക്ഷിക്കും, ശർറ് നൽകിക്കൊണ്ടും പരീക്ഷിക്കും. വനബ്ലുവക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന, ഖൈറും ശർറും നൽകിക്കൊണ്ട് അള്ള പരീക്ഷിക്കുമെന്നാണല്ലോ. അപ്പൊ പടച്ച റബ്ബ് കൊടുത്തും പരീക്ഷിക്കുകയാണ്, കൊടുക്കാതെയും പരീക്ഷണമാണ്. അപ്പൊ കിട്ടിയവനും കിട്ടാത്തവനും വിചാരിക്കേണ്ടത് എന്താണ്? എന്നെ പരിഗണിച്ചതോ അവഗണിച്ചതോ അല്ല, എന്റെ റബ്ബ് എന്നെ പരീക്ഷിക്കുന്നു, തന്നിട്ട് എന്നെ പരീക്ഷിക്കുകയാണ്. ഇവൻ എങ്ങോട്ടാ കൊടുക്കുന്നത്, ചെലവഴിക്കുന്നത്? തരാതെ എന്നെ പരീക്ഷിക്കുകയാണ്. ഇവന് സ്വബറുണ്ടോ, ക്ഷമയുണ്ടോ, സഹനമുണ്ടോ? തന്നവന് ശുക്റുണ്ടോ എന്ന് പരീക്ഷിക്കും പോലെ തടയപ്പെട്ടവന് സ്വബറുണ്ടോ എന്നും പരീക്ഷിക്കുകയാണ്. മനുഷ്യൻ എന്ത് ചെയ്യണം? ഈ ലോകത്ത് അള്ള ഇങ്ങനെയാണ് സംവിധാനിച്ചിട്ടുള്ളത്. അപ്പൊ ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണം. പ്രയാസപ്പെടുന്നവരെ കാണുമ്പോൾ ഉള്ളവൻ അവന്റെ കയ്യയച്ച് സംഭാവന ചെയ്യണം. പക്ഷേ തിരിച്ചിങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ല. അള്ളയാണ് എന്നെ മുതലേൽപ്പിച്ചത്. സമ്പത്ത് ഇന്ന് എന്റെ കയ്യിലാണെങ്കിൽ നാളെ നിങ്ങളുടെ കയ്യിലാണ്, നാളെ നിങ്ങളുടെ കയ്യിലാണെങ്കിൽ മറ്റന്നാൾ മറ്റൊരാളുടെ കയ്യിലാണ്. ഇന്നലത്തെ സമ്പന്നന്മാര് ഇന്നിന്റെ ദരിദ്രന്മാരാണ്, ഇന്നത്തെ ദരിദ്രന്മാര് നാളത്തെ സമ്പന്നരാണ്. അതേ, അൽമാലു വൽ ജമാലു വല്ലുൻ സായിലുൻ, സൗന്ദര്യവും സമ്പത്തും എന്നൊക്കെ പറയുന്നത് നീങ്ങിപ്പോകുന്ന നിഴലുകളാണല്ലോ. അപ്പോൾ അള്ളാഹു അനുഗ്രഹിച്ച അനുഗ്രഹം നമുക്ക് കൈവന്നു കഴിഞ്ഞാൽ അത് മറ്റൊരാളോട് കൊടുക്കുന്നത് പടച്ചവന്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം. ആ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് കൊടുത്തിട്ട്, കൊടുത്ത ഉടനെയോ പിന്നീട് കുറെ കാലം കഴിഞ്ഞിട്ടോ അവൻ ഏതെങ്കിലും നിലക്ക് തന്നിൽ നിന്ന് ആനുകൂല്യം പറ്റിയ മനുഷ്യനോട് അതിന്റെ പേരിൽ ആ കൊടുത്തത് എടുത്തു പറഞ്ഞ് അവന്റെ മനസ്സിനെ എങ്ങാനും വേദനിപ്പിച്ചാൽ അവന്റെ ഈ സദഖ ബാത്തിലായി പോയി, അവന്റെ അമലൊക്കെ പൊളിഞ്ഞുപോയി. ഈ അമല് നഷ്ടമാവുകയാണ്. അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, അല്ലദീന യുൻഫിഖൂന അംവാലഹും, തങ്ങളുടെ സമ്പത്തുക്കളെ ചെലവഴിക്കുന്നവർ, ഫീ സബീലില്ലാഹി, അല്ലാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നവർ, സുമ്മ പിന്നീട് ലാ യുത്ബിഊന, ആ ചെലവഴിച്ചതിനെ തുടർത്തിക്കൊണ്ട് അവരിൽ നിന്നുണ്ടാവുകയില്ല. സുമ്മ ലാ യുത്ബിഊന മാ അൻഫഖൂ, അവർ ചെലവഴിച്ചു കഴിഞ്ഞതിന്റെ തുടർച്ചയായിക്കൊണ്ട് പിന്നീട് അവരിൽ നിന്നുണ്ടാവില്ല മന്നം വലാ അദാ, കൊടുത്തത് എടുത്തു പറയുകയോ സ്വീകരിച്ച വ്യക്തിയെ അതിന്റെ പേരിൽ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്തിട്ടില്ലാത്തവർ, ലഹും അവർക്കാണുള്ളത്, അജ്റുഹും അവർക്കുള്ള പ്രതിഫലം, ഇൻദ റബ്ബിഹിം അവരുടെ റബ്ബിന്റെ അടുക്കൽ അവർക്ക് അതിനുള്ള പ്രതിഫലമുണ്ട്. വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് ഭയപ്പെടേണ്ടി വരില്ല, ദുഃഖിക്കേണ്ടി വരില്ല എന്ന് അല്ലാഹു സന്തോഷവാർത്ത അറിയിക്കുകയാണ്. ഈ ആയത്തിൽ അല്ലാഹു പറയുന്നത് എന്താ? അള്ളാന്റെ മാർഗത്തിൽ മുതല് കൊടുത്തവർ, അത് വാങ്ങിയവനെ അതിന്റെ പേരിൽ മാനസികമായി ഉപദ്രവിക്കരുത്. അത് കൊടുത്തത് എടുത്തു പറഞ്ഞാൽ തന്നെ അത് ഉപദ്രവമാണ്. അതുകൊണ്ട് സ്വതക്കകൾ പൊളിഞ്ഞു പോകും, നഷ്ടപ്പെട്ടു പോകും. അതാണല്ലോ ഖുർആൻ തുടർന്നുകൊണ്ട് പറയുന്നത്, ലാ തുബ്തിലു സ്വദഖാതികും ബിൽ മന്നി വൽ അദാ, വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടല്ല പറയുന്നു, നിങ്ങളുടെ ധർമ്മങ്ങളെ, നിങ്ങളുടെ ദാനധർമ്മങ്ങളെ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്, അത് ബാത്തിലാക്കി കളയരുത്. ബിൽ മന്നി വൽ അദാ, കൊടുത്തത് എടുത്തു പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ ഉപദ്രവത്തിന്റെ വാക്കുകളോ പ്രയോഗങ്ങളോ നടത്തിക്കൊണ്ട് നിങ്ങളിൽ നിന്ന് ആനുകൂല്യം ഒരാൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ ആനുകൂല്യം പറ്റിയവനെ ഒരു കാലത്തും നിങ്ങൾ വേദനിപ്പിക്കരുത്. അതെടുത്തു പറഞ്ഞുകൊണ്ട് അവന്റെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തരുത്. നിങ്ങൾ നോക്കൂ, ഈ വിഷയം പറയുന്നിടത്ത് മുഫസ്സിരീങ്ങൾ ഇത് വളരെ കൃത്യമായി തന്നെ വിശദീകരിക്കുന്നുണ്ട്. കൊടുത്തത് എടുത്തു പറയുക എന്നത് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, ഫൽ മന്നു നൗആനി, രണ്ട് വിധത്തിലുണ്ട് ഈ കൊടുത്തത് എടുത്തു പറയുന്ന പാപം. അത് രണ്ട് വിധത്തിൽ സംഭവിക്കാം. അഹദുഹുമാ, അതിൽ ഒന്ന് മന്നുൻ ബിഖൽബിഹി മിൻ ഗൈരി അൻ യുസറഹ ബിഹി ബിലിസാനിഹി,
കൊടുത്ത വ്യക്തി അത് സ്വീകരിച്ച മനുഷ്യനോട് നേർക്കുനേരെ നാവുകൊണ്ട് പറയുന്നില്ലെങ്കിലും ഇയാളുടെ മനസ്സിൽ അതിങ്ങനെ എപ്പോഴും അവനെ കാണുമ്പോഴുണ്ട്. ഇവനോടത് പറയുന്നൊന്നുമില്ല. ഇവനെ കാണുമ്പോഴൊക്കെ ഉണ്ട് എന്റെ അടുക്കെന്ന് ആനുകൂല്യം പറ്റിയവനാണ് ആ നടക്കുന്നത്. അവനോട് പറയുന്നൊന്നുമില്ല. പക്ഷേ മനസ്സിലത് ബാക്കിയുണ്ടെങ്കിൽ പോലും മനസ്സിൽ വരെ ഇവൻ എന്റെ ആനുകൂല്യം പറ്റിയവനാണെന്ന നിലക്ക് അവനെ നിസ്സാരപ്പെടുത്തുന്ന ഒരു നിയ്യത്ത് പോലും ഒരു ചിന്താഗതി പോലും വരുന്നത് ഇതിന്റെ യഥാർത്ഥത്തിലുള്ള പ്രതിഫലത്തെ നഷ്ടപ്പെടുത്തുന്ന കുറ്റമാണ്. മുഴുവനും ബാത്തിലാവുകയില്ലെങ്കിലും അവന്റെ കർമ്മത്തിന്റെ യഥാർത്ഥത്തിലുള്ള ഫലം അത് നഷ്ടപ്പെടുത്തുമെന്നാണ്. എന്നാൽ വന്നൗഉസാനി രണ്ടാമത്തെ ഇനമേതാണ്? അന്യമുന്ന അലൈഹി ബിലിസാനിഹി, നാവ് കൊണ്ട് തന്നെ അവനത് വിളിച്ചു പറയുന്നു. അങ്ങനെ വിളിച്ചു പറയുമ്പോൾ തന്നിൽ നിന്ന് നന്മ സ്വീകരിച്ച വ്യക്തിയുടെ മനസ്സിനെ അവൻ വ്രണപ്പെടുത്തുകയാണ്. അവനെ അതിന്റെ പേരിൽ അപമാനിക്കുകയാണ്. എത്ര കാലം കഴിഞ്ഞിട്ട് പറഞ്ഞാലും ഇത് ബാത്തിൽ തന്നെയാണെന്നാണ്. അതേ തല തഫ്സീറുകളിൽ നമുക്ക് കാണാം. സുമ്മലാ യുത്ബിഊന മാ അൻഫഖൂ മന്നം വലാ അദാ എന്ന ആയത്തിനെ തഫ്സീർ ചെയ്തുകൊണ്ട് പറയുന്നു. അലാ, ഈ ആയത്ത് അറിയിക്കുകയാണ് അലാ അന്നൽ മന്ന വല്ലദാ, ഈ കൊടുത്തത് എടുത്തു പറയലും ഈ സ്വീകരിച്ച സ്വീകർത്താവിനെ അതിന്റെ പേരിൽ വിഷമിപ്പിക്കലുമൊക്കെ വലഹു തറാഖാ അനിസ് സദഖതി വതാല സമനുഹു ദർറ ബിസാഹിബിഹി, ഈ ആനുകൂല്യം സ്വീകരിച്ചിട്ട് കാലം കുറെ കഴിഞ്ഞിട്ട് എത്ര കൊല്ലം കഴിഞ്ഞിട്ട് നീ ആ മനുഷ്യനോട് അത് ഏറ്റു പറഞ്ഞാലും എത്ര കാലം മുമ്പ് നീ കൊടുത്തതാണോ എന്നത് നോട്ടമില്ല. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നീ ആ മനുഷ്യനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, കൊടുത്തതെടുത്തു പറഞ്ഞുകൊണ്ട് നീ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ സ്വതക്ക ബാത്തിലാണ്. കാലം എത്രയേറെ കഴിഞ്ഞാലും എത്ര കൊല്ലം മുമ്പ് നിന്റെ ആനുകൂല്യം നിന്റെ കയ്യിൽ നിന്ന് പറ്റിയവനാണെങ്കിലും അത് പറഞ്ഞുകൂടാ, അവനെ വിഷമിപ്പിച്ചുകൂടാ. അതുകൊണ്ട് പണ്ഡിതന്മാര് പറയുന്നു ഫഅലൽ മുൻഫിഖി, മുതൽ ചെലവഴിക്കുന്നവന്റെ മേൽ നിർബന്ധമാണ് അൻ യസ്തമിറ ഫീ അദബിഹി വ ഇഖ്ലാസിഹി വഖ്തൽ ഇൻഫാഖി, ചെലവഴിക്കുന്ന നേരത്ത് ഇഖ്ലാസ് കൈമുതലായിട്ടുണ്ടാകണം. ഇഖ്ലാസ് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്. അതേ, അതിന്റെ അദബുകളൊക്കെ അവൻ പാലിച്ചിരിക്കണം. വബഉദഹു ഹത്താ വബഅദഹു വഖ്തൽ ഇൻഫാഖി വബഅദഹു, ചെലവഴിക്കുന്ന നേരത്തും ഈ അദബുകളൊക്കെ പാലിക്കണം. ചെലവഴിച്ച് കഴിഞ്ഞിട്ടുള്ള ജീവിതകാലത്തും ഇതൊക്കെ പാലിക്കണം. ഇതിന്റെ നന്മ ഒരിക്കലും നഷ്ടപ്പെടാൻ കാരണമാകരുത്. ഇതിൽ മന്നുവല്ലദാ മുബ്തിലാനി ലിസവാബി ഫീ അയ്യി വഖ്തിൽ യഹ്സുലാനി ഫീ, എത്ര കാലം കഴിഞ്ഞ് ഏത് കാലത്ത് നീ മന്നും മതയുമാകുന്ന കൊടുത്തത് എടുത്തു പറയുകയും ദ്രോഹിക്കലും ചെയ്യുന്ന സ്വഭാവമെങ്ങാനും വന്നുപോയാൽ കാലം എത്ര പിന്നിട്ടു എന്നത് നോട്ടമില്ല, എത്ര കാലത്ത് മുമ്പേ നീ കൊടുത്തതാണെന്ന നോട്ടമില്ല, നിന്റെ അമല് പൊളിഞ്ഞത് തന്നെ. ഇത് മുഫസ്സിരീങ്ങളെല്ലാം പലരും തഫ്സീറുകളിൽ രേഖപ്പെടുത്തുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. വിവരക്കേട് കൊണ്ട്, അവിവേകം കൊണ്ട്, ബോധമില്ലായ്മ കൊണ്ട് മനുഷ്യനതാ പലപ്പോഴും തന്നിൽ നിന്ന് ആനുകൂല്യം സ്വീകരിച്ച പാവപ്പെട്ട മനുഷ്യനെ വിഷമിപ്പിക്കുന്നു. നല്ല നിലക്കാകുമ്പോൾ വിഷമിപ്പിക്കാറില്ല. ഏതെങ്കിലും നിലക്ക് ഇങ്ങനെ പ്രതീക്ഷിക്കുന്ന മനുഷ്യന്മാർക്കൊരു അസുഖമുണ്ട്. ഞാൻ ഒരാൾക്കൊരു ഉപകാരം ചെയ്യുമ്പോൾ അയാളിൽ നിന്ന് ഞാൻ വല്ലതും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ പ്രതീക്ഷിക്കുന്ന കാര്യം അയാളിൽ നിന്ന് കിട്ടാതാകുമ്പോഴാണ് എന്റെ അസുഖം തുടങ്ങുക. ഞാൻ പ്രതീക്ഷിക്കുന്നത് അയാളിൽ നിന്ന് കാണുന്നില്ല. കണ്ടോ, എന്നെ കണ്ടപ്പോൾ അവൻ ബഹുമാനിച്ചില്ല. എന്റെ ആനുകൂല്യം പറ്റി വലുതായവനിപ്പോ എന്നെ കാണുമ്പോൾ കണ്ടില്ലേ അവന്റെ ഒരു നെകളിപ്പ്, കണ്ടില്ലേ അവന്റെ ഒരു നടുത്തം, കണ്ടില്ലേ അവന്റെ ഒരു സ്വഭാവം. എന്നെ കാണുമ്പോൾ അവൻ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പൊ ഇവനെ കാണുമ്പോ മൈൻഡ് ചെയ്യാനാ കൊടുത്തത് എന്നാണ് ആ നിയ്യത്ത് തന്നെ ഫസാദായി. ഈ രൂപത്തിൽ ഇങ്ങനെ കൊടുത്തത് എടുത്തു പറഞ്ഞ് നീ അത്ര വലിയ ആളൊന്നുമാകണ്ട. പലപ്പോഴും പ്രവാസികളോട് പോലും പലരും പറയാറുണ്ട്, നീയൊക്കെ ഗൾഫിൽ വരുമ്പോ എന്തായിരുന്നു, നീ ആദ്യമായി പാസ്പോർട്ട് എടുക്കാൻ പോകാൻ കാശില്ലാതെ ഞാനല്ലടാ 100 രൂപ നിനക്ക് തന്നത്, നീ ടിക്കറ്റിന് വിഷമിച്ചു നിന്നപ്പം എന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ടല്ലേ നീ പറന്നു പോയത്, ഇപ്പൊ നീ ഇങ്ങനെയൊക്കെ ആയല്ലേ എന്നിങ്ങനെ
കൊടുത്തത് എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വഭാവം പുരുഷന്മാരിലും കാണുന്നു, സ്ത്രീകളിലും കാണുന്നു. ഉറ്റവരോടും പറയുന്നു, ബന്ധുക്കളോടും പറയുന്നു. കൊടുത്ത നിഅമത്ത് എടുത്തു പറയാൻ, കൊടുത്ത ആനുകൂല്യം എടുത്തു പറയാൻ ആർക്കെങ്കിലും അധികാരമുണ്ടെങ്കിൽ ആ അധികാരമുള്ള ശക്തി പടച്ച റബ്ബ് മാത്രമാണ്. അതുകൊണ്ട് അള്ളാന്റെ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന്റെ വിശിഷ്ടമായ നാമങ്ങളുടെ കൂട്ടത്തിൽ ഒരു നാമമാണ് അൽ മന്നാൻ. മന്നാൻ എന്ന് പറഞ്ഞാൽ, മന്നാൻ എന്ന അതേ പ്രയോഗം തന്നെ ഹദീസിൽ കാണാം. 3 കൂട്ടം ആളുകളിലേക്ക് റബ്ബ് നാളെ മഹ്ശറിൽ കാരുണ്യത്തിന്റെ നോട്ടം നോക്കുകയില്ല. അവരോട് റബ്ബ് മിണ്ടൂല, അവരെ അല്ലാഹു പരിഗണിക്കൂല. അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ടാകുമെന്ന് മുന്നറിയിപ്പോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 3 കൂട്ടം ആളുകളുണ്ട്. അതിൽ ഒരാൾ ആരാണ്? അൽ മന്നാൻ. അവിടെ മന്നാൻ എന്ന് പറഞ്ഞാൽ കൊടുത്തത് എടുത്തു പറയുന്നവൻ. മന്നാൻ എന്ന് പറഞ്ഞാൽ അനുഗ്രഹം ചെയ്യുന്നവൻ എന്ന അർത്ഥവുമുണ്ട്, ചെയ്ത അനുഗ്രഹത്തെ എടുത്തു പറയുന്നവൻ എന്ന അർത്ഥവുമുണ്ട്. 2 അർത്ഥപ്രകാരവും അതിന് യോഗ്യതയുള്ളവൻ അല്ലാഹ് മാത്രമാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ നാമങ്ങളിൽ ഒരു നാമമാണ് മന്നാൻ. അതല്ലേ അബ്ദുൽ മന്നാൻ എന്ന് പേരിടുന്നത് കണ്ടിട്ടില്ലേ? മന്നാൻ പടച്ച റബ്ബാണ്, അവനാണ് എല്ലാത്തിന്റെയും ഉടമ. അവൻ നമുക്ക് ചെയ്തു തന്നത് അവൻ എടുത്തു പറയുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം തന്നില്ലേ? ഞാനല്ലേ നിങ്ങൾക്കെല്ലാം ചെയ്തു തരുന്നത്? എന്നെയല്ലേ നിങ്ങൾ ആരാധിക്കേണ്ടത്? അത് പറയാൻ അല്ലാഹുവിന് മാത്രമേ അധികാരമുള്ളൂ, അർഹതയുള്ളൂ, അവകാശമുള്ളൂ. മറിച്ച് ഒരൊറ്റ സൃഷ്ടിക്കും മറ്റൊരു സൃഷ്ടിയോട് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെടുത്തു പറഞ്ഞവനെ വേദനിപ്പിക്കാനോ അവന്റെ മുമ്പിൽ അഭിമാനം നടിക്കാനോ പാടില്ല. കാരണം ഇതിന്റെ ഉടമ അള്ളയാണ്, സമ്പത്ത് അള്ളയാണ് അവന് കൊടുത്തത്. അതിന്റെ ഒരു കൈകാര്യക്കാരൻ മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം. എന്ത്? കൊടുത്തത് എടുത്തു പറയുന്ന അസുഖം കാരണത്താൽ എത്രയോ മല പോലെ സംഭാവന ചെയ്തവരൊക്കെ ഏറ്റവും മഞ്ഞുപോലെ ഉരുകിപ്പോയ അവസ്ഥയിലാണുള്ളത്. എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളിൽ നിന്നൊരു ആനുകൂല്യം വാങ്ങിയ ഒരു വ്യക്തി ആരാവട്ടെ, അവൻ നമുക്കൊരു പക്ഷേ ശത്രുവായി മാറിയെന്ന് വന്നേക്കാം. അവൻ ഏതെങ്കിലും നിലക്ക് പ്രയാസപ്പെടുത്തി എന്ന് വന്നാൽ പോലും എന്ത് ചെയ്യരുത്? അവനോടുള്ള ഈർഷ്യത കാരണത്താൽ, അവനോടുള്ള വിഷമം കാരണത്താൽ നമ്മൾ ചെയ്ത ഇബാദത്ത് നഷ്ടപ്പെടുത്തരുത്. ഒരിക്കലും അങ്ങനെ പറഞ്ഞു പോകരുത്. പക്ഷേ ഇബ്ലീസ് സമ്മതിക്കൂല. ഇബ്ലീസ് നമ്മുടെ മനസ്സിൽ കുത്തിവെക്കും, അതേ നിന്റെ ആനുകൂല്യം പറ്റിയവനിപ്പോ നിനക്ക് എതിരോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രക്തം തിളപ്പിച്ച് നമ്മളാ കൊടുത്തത് ആളുകളെ കേൾപ്പിച്ചുകൊണ്ടത് പറയിപ്പിച്ച് നമ്മുടേതായ പ്രവർത്തനങ്ങളുടെ വിലയിടിക്കാൻ. അതാണ് മന്നും അതയും. മഞ്ഞ് വന്നു കഴിഞ്ഞാൽ തുടർന്നുകൊണ്ട് സ്വീകർത്താവിനുണ്ടാകുന്ന വിഷമമാണ് അല്ലതാ, അവനത് ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ തുബ്തിലൂ സദഖാതികും ബിൽ മന്നി വല്ലദാ, കൊടുത്തത് എടുത്തു പറഞ്ഞുകൊണ്ടും ഉപദ്രവിച്ചുകൊണ്ടും നിങ്ങളുടെ ധർമ്മങ്ങളെ നിങ്ങൾ ഒരിക്കലും ബാത്തിലാക്കി കളയരുത്. അപ്പൊ ഇതാണ് പ്രിയപ്പെട്ടവരെ, സ്വതക്കയുടെ കാര്യത്തിൽ സ്വതക്ക നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ്. നമ്മൾ എത്ര കൊടുത്താലും അതൊക്കെയാണ് പോയി പോകും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. ആർക്കെങ്കിലും നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് രഹസ്യമായിട്ടാവുക. ഈ പരസ്യമായിട്ട് കൊടുക്കേണ്ട ചില സന്ദർഭങ്ങളുണ്ടാവും, പരസ്യമായിട്ടും കൊടുക്കുക. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത് സിർറൻ വഅലാനിയത്തൻ, രണ്ടും ആവാം. ധർമ്മം 2 നിലക്കുമാവാം. രഹസ്യമായി കൊടുക്കേണ്ട സ്ഥലങ്ങളുണ്ടാകും, പരസ്യമാക്കേണ്ടിടമുണ്ടാകും. അതിനൊക്കെ ഓരോ സാഹചര്യങ്ങൾ നമ്മളോട് പറയും. അവിടെയൊക്കെ അല്ലാഹുവിന്റെ വജ്ഹാണ് ഉദ്ദേശിക്കേണ്ടത്. അതിന്റെ പേരിൽ മറ്റൊരാളെ പീഡിപ്പിക്കുകയോ പ്രയാസപ്പെടുത്തുകയോ വിഷമിപ്പിക്കുന്ന ആരെ വാക്കുപോലും വന്നുപോയി കഴിഞ്ഞാൽ അത് നമ്മുടെ അമല് ബാത്തിലാക്കി കളയും. ദുന്യാവിൽ ആ സംഖ്യയും പോയി, അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത കാശും പോയി, ആഖിറത്തിൽ നരകവും കിട്ടുക. അങ്ങനത്തെ ഒരു സ്ഥിതി പ്രിയപ്പെട്ടവരെ നമുക്ക് സങ്കല്പിക്കാനാകുമോ? അതുകൊണ്ട് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. നമ്മളിൽ നിന്ന് ആരെങ്കിലും ആനുകൂല്യം പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ അള്ളാന്റെ പൊരുത്തം ഉദ്ദേശിച്ച് ചെയ്തതാണ്. അത് അവനോട് തെറ്റുമ്പോൾ വിളിച്ചു പറയാനുള്ളതല്ല. അത് അവനോട് എന്തെങ്കിലും വിഷമുണ്ടാകുമ്പോൾ അവനെ വിഷമിപ്പിക്കാൻ വേണ്ടി മാലോകരെ അറിയിക്കേണ്ട കാര്യമല്ല. ഞാൻ എന്ത് ചെയ്തതും അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ്. എന്റെ റബ്ബ് എന്നെ തൃപ്തിപ്പെടണം, എന്റെ റബ്ബ് എനിക്ക് പ്രതിഫലം തരണം,
തരണം, എന്റെ റബ്ബ് എനിക്ക് സ്വർഗം തരണം, എനിക്ക് നരകത്തിയിൽ നിന്ന് രക്ഷയാവണം. കാരണം ധർമ്മം മനുഷ്യനെ ആപത്തുകളിൽ നിന്ന് തടുക്കും. ഈ ഉദ്ദേശത്തോടുകൂടെയൊക്കെയാണ് ധർമ്മം ചെയ്യേണ്ടത്. അതിന്റെ പേരിൽ ഒരു കാലത്തും ഏതെങ്കിലും നിലക്കുള്ള ഇത്തരത്തിലുള്ള ദുസ്വഭാവങ്ങൾ കടന്നുകൂടിയാൽ ആ അമല് ബാത്തിലാകും. അതുകൊണ്ട് കർമ്മങ്ങളെ നഷ്ടപ്പെടുത്തുന്ന ഈ മാരകമായ ദുസ്വഭാവത്തിൽ നിന്നും നമ്മളെല്ലാവരും മോചിതരാവേണ്ടതുണ്ട്. അർഹമർ റഹീമീൻ നമ്മെ എല്ലാവരെയും അതിനനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി സഹോദരങ്ങളെ, കർമ്മങ്ങൾ നഷ്ടപ്പെടുത്തുമാറ് വലിയ ഗൗരവത്തോടുകൂടി നാം മനസ്സിലാക്കേണ്ടുന്ന വേറെയും ചില സംഗതികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. നമസ്കാരം 5 നേരം നിലനിർത്തുക എന്നത് ഏറെ പ്രധാനമാണ്. അതിൽ തന്നെയും ഹദീസുകൾ പരിശോധിച്ചു നോക്കിയാൽ അതേ അസ്ർ നമസ്കാരത്തിന്റെ കാര്യം ഗൗരവത്തോടെ പറഞ്ഞു കാണാം. ഹഫിളൂ അലസ്സലവാതി വസ്സലാത്തിൽ വുസ്താ വഖൂമൂ ലില്ലാഹി ഖാനിതീൻ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു, ഹാഫിളൂ അലസ്സലവാതി, നമസ്കാരങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ സൂക്ഷ്മത പുലർത്തണേ. വസ്സലാത്തിൽ വുസ്താ, മധ്യമ നമസ്കാരം, അത് പ്രത്യേകം എടുത്തു പറയുകയാണ്. ഏതാണ് ഈ വുസ്താ നമസ്കാരം എന്നത്? അതേ മുഫസ്സിരീങ്ങൾ അത് സംബന്ധമായി നടത്തുന്ന ചർച്ചകളിൽ വളരെ പ്രസിദ്ധമായ അഭിപ്രായം അത് അസ്ർ നമസ്കാരമാണെന്നാണ്. അസ്ർ നമസ്കാരത്തിനും ഫജ്ർ നമസ്കാരത്തിനും കുറെ പ്രത്യേകതകളുണ്ട്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 2 നിസ്കാരങ്ങളെയും പ്രത്യേകം എടുത്തു പറഞ്ഞ കൂട്ടത്തിൽ അസറിന്റെ കാര്യം, അതിന്റെ ഗൗരവം പ്രത്യേകം പറയുന്നുണ്ട്. മൻ തറക സ്വലാത്തൽ അസ്രി ഫഖദ് ഹബിത അമലുഹു. റവാഹുൽ ബുഖാരി. ബുഖാരിയിൽ നമുക്ക് കാണാം, ആരെങ്കിലും അസർ നമസ്കാരം ഒരാൾ ഉപേക്ഷിച്ചാൽ ഫഖദ് ഹബിത അമലുഹു, അവന്റെ അമല് പൊളിഞ്ഞുപോയി, അവന്റെ അമല് നഷ്ടമായി, അവന്റെ അമല് പൊളിഞ്ഞുപോയി. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ബുഖാരിയിൽ തന്നെ കാണാം, അല്ലദീ തഫൂതുഹു സ്വലാത്തുൽ അസ്രി കഅന്നമാ വുതിറ അഹ്ലഹു വമാലഹു. അസ്ർ നമസ്കാരം ഫൗത്തായി പോയവൻ, അസ്ർ നമസ്കാരം നഷ്ടമായി പോയവൻ ഏതുപോലെയാണ്? കഅന്നമാ വുതിറ അഹ്ലഹു വമാലഹു. ഒരു യാത്ര കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തി നോക്കുമ്പോൾ, താൻ യാത്ര പോകുമ്പോൾ വീട്ടിലുണ്ടായിരുന്ന മെമ്പർമാരെ കാണുന്നില്ല. യാത്ര പോകും നേരം തന്റെ വീട്ടിലുള്ള സമ്പത്തും കാണാനില്ല. യാത്ര പോകും നേരം വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന നേരത്ത് വീട്ടിലുണ്ടായിരുന്ന അംഗങ്ങളെയോ വീട്ടിലുണ്ടായിരുന്ന സമ്പത്തോ തിരിച്ചൊരാൾ വീട്ടിലേക്ക് വന്നാൽ കണ്ടിട്ടില്ലെങ്കിൽ അയാളുടെ വിഷമം എത്രയാണ്! അവനെപ്പോലെയാണ് അസർ നഷ്ടപ്പെട്ടവന്റെ സ്ഥിതി. വീട്ടിലെത്തുന്ന നേരം ധനവും കുടുംബവും ഒക്കെ നഷ്ടപ്പെട്ട് കാണുന്നവന്റെ സ്ഥിതി പോലെയാണ്. അത്രയും ഗുരുതരമാണ് അസർ നമസ്കാരം ഒരാൾ നഷ്ടപ്പെടുത്തുന്നുവെങ്കിൽ. എന്താ കാരണം എന്ന് ചിന്തിക്കേണ്ടതില്ല. നമുക്കറിയാം, ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചെത്തുന്ന നേരമാണ്, പലരും ഭക്ഷണം കഴിച്ചൊന്ന് മയങ്ങുന്ന നേരമാണ്, ഉറക്കിന്റെ ക്ഷീണമുള്ള നേരമാണ്. അങ്ങനെ പല രൂപത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിൽ നിന്ന് അസർ ജമാഅത്തിനെത്താനും അസർ ബാങ്ക് വിളിക്കുമ്പോൾ ഉടനെ പള്ളിയിൽ പോകുവാനുമൊക്കെ നല്ല ഈമാനുള്ള കക്ഷികൾക്കേ കഴിയൂ, അല്ലാത്തവർ അതിന് പോകില്ല. അതുകൊണ്ട് പിന്നെ അവന്റെ അമലിനൊട്ട് വിലയുമില്ല. ഇത് വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാര് പറയുന്നത്. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട 2 നമസ്കാരങ്ങളെ പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഈ 2 നമസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഒന്ന് അസറും ഒന്ന് ഫജ്റുമാണ്. യതആഖബൂന ഫീകും മലായികത്തുൻ ബില്ലൈലി വമലായികത്തുൻ ബിന്നഹാർ. യതആഖബൂന ഫീകും മലായികത്തുൻ ബില്ലൈലി വമലായികത്തുൻ ബിന്നഹാരി. രാത്രിയിൽ അല്ലാഹു ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ടുള്ള മലക്കുകളും പകൽ സമയത്ത് ഡ്യൂട്ടി ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മലക്കുകളും അവർ 2 കൂട്ടരും നിങ്ങളിൽ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേ അവസരത്തിൽ നമ്മുടെ വിശ്വാസമനുസരിച്ച് മുസ്ലിം വിശ്വസിക്കേണ്ട വിശ്വാസം എന്താണ്? ഈമാൻ കാര്യങ്ങളിൽ പെട്ടതാണ് മലക്കുകളിൽ വിശ്വസിക്കൽ. മലക്കുകളിൽ വിശ്വസിക്കൽ എന്ന് പറഞ്ഞാൽ മലക്കുകൾ മുഖേന അല്ലാഹു ഈ ലോകത്ത് നടത്തുന്ന കാര്യങ്ങളൊക്കെ അടിയുറച്ച് വിശ്വസിക്കണം.
അതിൽപ്പെട്ടതാണ് ഇവിടെ പകൽ സമയത്ത് ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണമെന്ന് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മലക്കുകളുണ്ട്. രാത്രി സമയങ്ങളിൽ ഉത്തരവാദിത്ത നിർവഹണത്തിന് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മലക്കുകളുണ്ട്. ഈ രണ്ടു നേരത്തും ഡ്യൂട്ടിയുള്ള മലക്കുകൾ സംഗമിക്കുന്ന രണ്ട് നിസ്കാരങ്ങളുണ്ട്. വയജ്തമിഊന ഫീ സ്വലാത്തിൽ ഫജ്രി വസ്വലാത്തിൽ അസ്രി. ഒന്ന് അസർ നിസ്കാരത്തിനും ഒന്ന് ഫജ്ർ നിസ്കാരത്തിനും രണ്ടു നേരത്തും ഡ്യൂട്ടിയുള്ള മലക്കുകൾ സംഗമിക്കുന്ന സമയമാണ്. സുമ്മയറുജു ഇലൈഹി, പിന്നീട് അല്ലാഹുവിന്റെ അടുക്കലേക്ക് കയറിപ്പോകുന്നു. അല്ലദീന ബാതു ഫീകും, നിങ്ങളുടെ കൂടെ അന്തിയുറങ്ങിയ അഥവാ രാത്രിയിലുണ്ടായിരുന്ന ആളുകൾ, അവര് സുബഹി നിസ്കാരവും കഴിഞ്ഞിട്ട് പോവുകയാണ്. അസറിന് വന്നതാണ്, സുബഹിക്ക് പോവുകയാണ്. അതേ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫയസ്അലുഹും, റബ്ബ് അവരവിടെ എത്തിയാൽ ഈ അടിമകളെ കുറിച്ച് അള്ള ചോദിക്കുകയാണ്. അള്ളാഹ് ഈ അടിമകളെ കുറിച്ച് അറിയാഞ്ഞിട്ടല്ല, എങ്ങനെയാണ് നിങ്ങൾ എന്റെ അടിമകളെ കണ്ടത് എന്നീ മലക്കുകളോട് ചോദിക്കുകയാണ്. കൈഫ തറക്തും ഇബാദി, എന്റെ അടിമകളെ നിങ്ങൾ ഉപേക്ഷിച്ചു പോരുമ്പോൾ അഥവാ ഭൂമിയിൽ നിന്ന് നിങ്ങൾ ആകാശത്തിലേക്ക് കയറിപ്പോരുമ്പോൾ എന്റെ അടിമകളുടെ സ്ഥിതി എന്താണ് എന്നീ വന്ന മലക്കുകളോട് അള്ള ചോദിക്കുമ്പോൾ ഫയഖൂലൂന, ഈ മലക്കുകൾ അല്ലാഹുവിനോട് പറയും, തറക്നാഹും വഹും യുസല്ലൂൻ വഅതൈനാഹും വഹും യുസല്ലൂൻ, ഞങ്ങൾ അവരെ വിട്ടേച്ച് പോരുമ്പോഴും അവര് നിസ്കാരത്തിലാണ്. അതേ, ഞങ്ങൾ അവരിൽ എത്തിയപ്പോഴും അവര് നമസ്കരിക്കുന്നവരാണ്. അഥവാ അസറിന് വന്നപ്പോഴും നിസ്കാരമാണ്. ഫജ്ർ കഴിഞ്ഞ് പോയിട്ടല്ലേ ഉള്ളൂ, അപ്പോഴും നിസ്കാരമല്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഭവം വിവരിച്ചുകൊണ്ട് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വേണ്ടത് എന്താണ്?